നമുക്കെല്ലാവർക്കും ചെറുപ്പം മുതലേയുള്ള ഫ്രണ്ട്സ് എപ്പോഴൊരു സ്പെഷ്യലായിരിക്കും അല്ലേ. അങ്ങനെ എൻ്റെ രണ്ട് കണ്ണും കരളുമാണെന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇവർ രണ്ടുപേരും. ഇത് അജിനെയും സയനയും. ഞങ്ങൾ പഠിച്ചതൊക്കെ ഒരു സ്കൂളിലാണെങ്കിലും നമ്മൾ ഡാൻസ് പഠിച്ചത് ഒരേ സ്ഥലത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ കമ്പനി ആകുന്നത്. അജിനെ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയാണ്, പക്ഷേ കൂടെ കൂട്ടിയോണ്ട് ഇപ്പം എടി പൊടി എന്നൊക്കെയാണ് പുള്ളി ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇന്ന് പഴശ്ശി ഡാം കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഓൾറെഡി ഞാൻ പഴശ്ശി ഡാമിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ പെട്ടെന്ന് നമുക്ക് പോകാനും അതേപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സെറ്റാക്കാൻ വേണ്ടി പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് വിശദമായി കാണാമെന്നേ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വിട്ടുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു ഐസ്ക്രീം തുടങ്ങി. ക്യാമറ കണ്ടാലും കുമ്പനം കളിക്കുന്ന ഒരു പരിപാടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൽ ഫസ്റ്റ് റാങ്കുള്ള ആളാണ് ഈ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നത്. ആ സൈഡിലോട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അത് തന്നെ സംഭവം. അങ്ങനെ ആട്ടി 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 ഓളങ്ങ് ഇപ്പം തെറിച്ച് പോകുന്നാണ് എനിക്ക് തോന്നുന്നു. ഈ പോസ് കാണുമ്പം തന്നെ സൺ കിസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. അതിനു വേണ്ടി നമ്മളെ വിളിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പിന്നെ പുറകിലുള്ള തിരിഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോസും എടുത്ത് നടന്ന് നീങ്ങുകയാണ് ഞങ്ങൾ. ഇനി അടുത്ത സ്പോട്ടെത്തി അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ ക്യാമറയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കുറേ വൈൽഡ് ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നട്ടുച്ചക്ക് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഇല്ലാണ്ടാവും. ഞങ്ങൾ തന്നെ അവിടെ എല്ലായിടത്തും കിടന്ന് വിലസുമായിരുന്നു ഗൈസ്. പിന്നെ അത്ര വെയിലൊന്നുമില്ല കേട്ടോ. നട്ടുച്ചക്ക് പോയി എന്ന് വെച്ചാൽ പൊരി വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എല്ലായിടത്തും മരങ്ങളുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണലായിരുന്നു. ഞങ്ങൾ കുറേ സമയം അവിടെ സംസാരിച്ചും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പമ്പരം കണക്കെ കറങ്ങി ഞാൻ ഇനി പലരുടെയും അമ്മയെ വിളി കേൾക്കാം. സംഭവം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ല വൈബായിരുന്നു കേട്ടോ. 80 റുപ്പീസിന് അത് വേർത്താണ് കേട്ടോ. ആകാശത്തൊട്ടിൽ നിന്ന് കിളിയും പോയിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് പിള്ളേർ മൊത്തം ആടെ കയ്യേറിന് കേട്ടോ. പിള്ളേർ ഫുള്ള് വൈബിങ് തന്നെ. അടുത്തതാണ് ശക്തിമാൻ. അജിന്യൻ്റെ ഫോട്ടോസ് അഭി എടുത്തു കൊടുക്കുന്ന സമയത്ത് ഞാനും സാരിയും കൂടി ഇപ്പുറത്ത് വേറെ പണി. പോത്ത് പോലെ വളർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇപ്പം കാണുമ്പോഴും ഞങ്ങൾ ആ പണ്ടത്തെ സ്കൂൾ കുട്ടികൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഫ്രണ്ട്സ് ഇല്ലേ? അവരുമായിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോവാട്ടോ.